വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്തു പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രയായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാവരും ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. പ്രതിവചനം. യേശുവിൻ്റെ ബന്ധുവായ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൻ ജനിച്ചത് എലിസബത്തിൽ നിന്ന് സാധാരണ സന്താനങ്ങൾ പ്രസവിക്കുന്ന വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അവളുടെ ഭർത്താവ് സക്കറിയയ്ക്ക് വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടായതിൽ അവിശ്വാസത്തിലായിരുന്നു. അതിനാൽ വിശ്വാസമില്ലായ്മയുടെ ശിക്ഷയുടെ ഒരു രൂപം എന്ന നിലയിൽ സക്കറിയ ഊമനായി. യോഹന്നാൻ എന്ന നാമം എഴുതിയപ്പോൾ തന്നെ നാവ് അഴിഞ്ഞു വീണ് വീണ്ടും സംസാരിക്കാൻ സാധിച്ചതായി സുവിശേഷത്തിൽ നാം കേൾക്കുന്നു. അതുല്യമായ സാഹചര്യത്തിലാണ് യോഹന്നാൻ ജനിച്ചത്. മാതാപിതാക്കൾ അവൻ്റെ പേര് തിരഞ്ഞെടുത്തില്ല. ദൈവത്താൽ കൃപയുള്ളവൻ എന്നർത്ഥമുള്ള ഹിബ്രു ഭാഷയിലുള്ള യോഹന്നാൻ എന്നതിൽ നിന്നാണ് ഇത് ലഭിച്ചത്. അവൻ വളരെ സവിശേഷമായ ഒരു ദൗത്യവുമായി ജനിച്ചു. കർത്താവിൻ്റെ വഴിയൊരുക്കുക. കുട്ടി പിന്നീട് വളർന്നു. അവൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ദിവസം വരെ അവൻ മരുഭൂമിയിൽ താമസിച്ചു. നമ്മുടെ സുവിശേഷ വായനയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പാഠങ്ങളുണ്ട്. 1. യോഹന്നാനെ പോലെ ഞങ്ങളും ഒരു ലക്ഷ്യത്തോടെയാണ് ജനിച്ചത്. ജനനം മുതൽ നമുക്ക് നൽകപ്പെട്ട നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രത്യേക ദൗത്യമുണ്ട്. ഞങ്ങളുടെ ദൗത്യം ഇതുവരെ കണ്ടെത്തിയില്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യത്തിൻ്റെ ഭാഗം. എന്നാൽ പൊതുവെ വിശ്വാസികൾ എന്ന നിലയിൽ യോഹന്നാൻ്റെ ദൗത്യത്തിൽ നാം പങ്കുചേരുന്നു. അതായത് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള വഴി ഒരുക്കുക. വെളിച്ചമായി മാറുന്നതിലൂടെ രാജ്യത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ മറ്റുള്ളവരുടെ പാത ഞങ്ങൾ എളുപ്പമാക്കുന്നു. പകരം നാം അവരുടെ ഇടർച്ചയ്ക്കല്ലായി മാറിയാൽ നമുക്ക് അയ്യോ കഷ്ടം. 2. യോഹന്നാനെ പോലെ ഞങ്ങൾ മാതാപിതാക്കളെയും പേര് പോലും തിരഞ്ഞെടുത്തില്ല. നമ്മൾ ആരാണെന്ന് അംഗീകരിക്കാൻ പഠിക്കുകയും നമ്മുടെ മാതാപിതാക്കളെയും മറ്റുള്ളവരെയും അവർ ആരാണെന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുകയും വേണം. ഒരു പഴഞ്ചൊല്ലുണ്ട്, നാം എന്താണോ അത് ദൈവത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. നമ്മൾ എന്തായി തീരുന്നുവോ അതാണ് അവർക്കുള്ള നമ്മുടെ സമ്മാനം. 3. നമുക്ക് നമ്മുടെ ബലഹീനതകളുണ്ട്. അതിനാൽ നമുക്ക് ദൈവത്താൽ കൃപ ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ദൗത്യം നിറവേറ്റുന്നതിന് നമുക്ക് ആത്മാവിൻ്റെ മാർഗനിർദ്ദേശം ആവശ്യമാണ്. പ്രാർത്ഥനയിലൂടെ നാം നിരന്തരം ശക്തി ചോദിക്കേണ്ടതുമുണ്ട്. യോഹന്നാനെ പോലെ നമ്മുടെ സൃഷ്ടാവായി ആശയവിനിമയം നടത്താൻ മരുഭൂമിയിൽ പോകാൻ നാം സമയം കണ്ടെത്തണം. കാരണം അവനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 15-ാം അധ്യായം 5-ാം വാക്യം.
ദൈവത്തെ സ്തുതിക്കുന്നതിൽ നമുക്ക് ഇപ്പോൾ സങ്കീർത്തനക്കാരനോട് ചേരാം. കാരണം നാം ഭയങ്കരവും അതിശയകരവുമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ പ്രവർത്തികൾ അതിശയകരമാണ്. സങ്കീർത്തനം 139 അധ്യായം 14 വാക്യം. ഒരു കുഞ്ഞിൻ്റെ ജനനം എല്ലായ്പ്പോഴും സന്തോഷകരമായ ഒരു അവസരമാണ്. കാരണം ഓരോ കുട്ടിയും ദൈവത്തിൻ്റെ സമ്മാനമാണ്. ദമ്പതികളായ സക്രിയയ്ക്കും എലിസബത്തിനും ഏറെ നാളായി കാത്തിരുന്ന ഒരു കുട്ടി അവർക്ക് മാത്രമല്ല, അവരുടെ എല്ലാ അയൽവക്കാർക്കും സന്തോഷം നൽകി. കൂടാതെ യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിൻ്റെ അസാധാരണമായ സാഹചര്യം ഗ്രാമവാസികൾക്കിടയിൽ ചർച്ചാവിഷയമായി തീർന്നു. അവർ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ തീർച്ചയായും ആശ്ചര്യപ്പെടുകയും ചെയ്തു. കുട്ടിക്ക് നൽകിയിരിക്കുന്ന പേര് ഇംഗ്ലീഷിൽ ജോൺ എന്നാണ്. ഇത് ഹിബ്രുവിൽ യോഹന്നാൻ എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതിനർത്ഥം ദൈവത്താൽ കൃപയുള്ളവൻ അല്ലെങ്കിൽ യഹോവ കൃപയുള്ളവനാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് തന്നെ വരാനിരിക്കുന്ന ക്രിസ്മസിന് കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മെല്ലാവരും ഒത്തുകൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പുനഃക്രമീകരണത്തിൻ്റെ ആവശ്യതയെക്കുറിച്ചും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഊണലും, പ്രത്യേകിച്ച് ക്രിസ്മസിൽ നമ്മൾ ആഘോഷിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്കും നമ്മുടെ സ്വാർത്ഥ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും നമ്മെ തടയുന്ന മറ്റെല്ലാ കാര്യങ്ങൾക്കും പകരം നമ്മുടെ ദൈവവും രക്ഷകനുമായ കർത്താവിനെ വീണ്ടും കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കാം. ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥവും സന്തോഷവും തിരിച്ചറിയുന്നതിൽ നിന്ന്, അതായത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിലാണ്. ഈ ലോകത്തിലെ പല പ്രലോഭനങ്ങളും പാപങ്ങളും തിന്മകളും നമ്മെ തെറ്റായ പാതയിലേക്ക് വഴിതെറ്റിക്കാൻ പലപ്പോഴും നാം അനുവദിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ സുഖങ്ങളും നമ്മെ വഴിതെറ്റിക്കാൻ നാം പലപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. പലപ്പോഴും അർത്ഥവും ശ്രദ്ധയും നഷ്ടപ്പെട്ട ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മുടെ രീതിയിലും ഇത് പ്രതിഫലിക്കുന്നു. നമ്മുടെ കർത്താവും രക്ഷകനുമായ തൻ്റെ പുത്രനിലൂടെ ദൈവം നമുക്ക് നൽകിയ രക്ഷയിലും ഉറപ്പിലും ഉള്ള സന്തോഷം ആഘോഷിക്കുന്നതിനു പകരം ആഘോഷങ്ങളിലും നാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലും? ഒന്നാം സ്ഥാനത്ത്, നാം ക്രിസ്മസിനെ സമീപിക്കുന്നത് തുടരുമ്പോൾ നമ്മുടെ കർത്താവും ദൈവവുമായ ക്രിസ്തുവിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഈ യഥാർത്ഥ അർത്ഥവും സന്തോഷവും വീണ്ടും കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും പരമാവധി ശ്രമിക്കാം. അവൻ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനും നന്ദി പറയാം. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, അതിനാൽ നമുക്കെല്ലാവർക്കും ദൈവത്തോടും അവൻ്റെ പാതയോടും കൂടുതൽ പ്രതിബദ്ധത പുലർത്താം. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ക്രിസ്തുവിൻ്റെ സ്വന്തം മാതൃകകളിൽ നമ്മെ തന്നെ മാതൃകയാക്കുന്നതിലും നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ അവന് യോഗ്യമാക്കട്ടെ. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹസഹോദരന്മാരോട് എപ്പോഴും സ്നേഹവും അനുകമ്പയും നിറഞ്ഞവരായിരിക്കാൻ കഴിയും. നമ്മുടെ ക്രിസ്മസ് സന്തോഷവും ആഘോഷവും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കുറിച്ചായിരിക്കട്ടെ, അല്ലാതെ നമ്മുടെ സ്വാർത്ഥമോഹങ്ങളെയും അത്യാഗ്രഹങ്ങളെയും കുറിച്ചല്ല. ഈ കാലം അത്രയും നാം അത് ആഘോഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നാളെ കഴിഞ്ഞ് ആരംഭിക്കുന്ന ക്രിസ്മസിൻ്റെ സന്തോഷകരമായ ആഘോഷത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവ് നമ്മെ നയിക്കുന്നത് തുടരട്ടെ. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ നല്ല പരിശ്രമങ്ങളെയും അവൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശുദ്ധനോടുള്ള പ്രാർത്ഥന. വിശുദ്ധ സ്നാപക യോഹന്നാൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ പ്രവാചകനായ വിശുദ്ധ സ്നാപക യോഹന്നാൻ, നീ അമ്മയുടെ ഉദരത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും നിഷ്കളങ്കമായ ജീവിതം നയിക്കുകയും ചെയ്തെങ്കിലും
മരുഭൂമിയിലേക്ക് വിരമിക്കുക, അവിടെ സ്വയം സമർപ്പിക്കുക എന്നത് നിന്റെ ഇഷ്ടമായിരുന്നു. തപസ് ചെയ്യുന്ന രീതിയും ഭൂമിയിലെ വസ്തുക്കളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിലെങ്കിലും പൂർണ്ണമായും വേർപെടുത്താനും ആന്തരിക സ്മരണയോടും വിശുദ്ധ പ്രാർത്ഥനയോടും ചൈതന്യത്തോടും കൂടി ക്രിസ്ത്യൻ മരണത്തെ പരിശീലിപ്പിക്കാനും നിന്റെ നാഥൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനോടുള്ള ശക്തമായ പ്രാർത്ഥന. ദൈവമേ, ക്രിസ്തുവിന് വേണ്ടി തികഞ്ഞ ഒരു വ്യക്തിയെ ഒരുക്കുവാൻ നീ വിശുദ്ധ യോഹന്നാനെ ഉയർത്തി. അങ്ങയുടെ കൃപയും രക്ഷയും പ്രാപിക്കുന്നതിന് മാനസാന്തരത്തിൻ്റെ ഒരു യഥാർത്ഥ ബോധത്തോടെ ഞങ്ങളെ ശരിയായി ഒരുക്കുന്നതിന് വിശുദ്ധ ജോണിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ പുത്രൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അറിയിച്ച അങ്ങയുടെ ദാസനായ യോഹന്നാൻ സ്നാപകനെ പോലെ ഞങ്ങളെയും സത്യത്തിലും നീതിയിലും വിശ്വസ്തരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയുടെ ആയുസ്സ് വർദ്ധിപ്പിക്കണമേ. ആമേൻ.